ഹലോ, വെൽക്കം ടു റിട്ടേൺ ഓഫ് ദ മാൻഹ്വാസ് അറ്റ് മാൻവ. ബാപ്ചു എന്ന എംസിയുടെ കോൺഫിഡൻസ് കണ്ടിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല. അവൻ മനസ്സിൽ പറയുന്നു, ഇവൻ സെറ്റി ജോയിൻ ചെയ്തിട്ട് 6 മാസമല്ലേ ആയിട്ടുള്ളൂ. നിനക്ക് ശരിക്കും ഭ്രാന്താണ്. ബാപ്ചു എംസിയുടെ അടുത്ത് പറയുന്നു. എന്നിട്ട് എംസി, അല്ല, നീ എന്താ ഈ പറയുന്നേ? ഞാൻ പറഞ്ഞത് ഞാൻ നിന്റെ അത്ര ഭ്രാന്തല്ല. അല്ലെങ്കിൽ നീ എൻ്റെ അടുത്ത് എന്തിനാ ഫൈറ്റ് ചെയ്യാൻ വന്നേ? നമ്മുടെ ബാപ്ചുവാണ് ഇത് കേട്ടിട്ട് നല്ല ദേഷ്യം വന്നു. ഈ നായ, നിനക്ക് ശരിക്കും മരിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു. എന്നിട്ട് നമ്മുടെ ബാച്ചുനാണെങ്കിൽ സോഡ് ക്യൂയിൽ വിൻഡ് ഉപയോഗിച്ച് നമ്മുടെ എംസിനെ അറ്റാക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ബാച്ചു നേരെ നമ്മുടെ എംസിനെ അറ്റാക്ക് ചെയ്യാനും പോകുന്നു. ആ സമയത്ത് നമ്മുടെ എംസി മനസ്സിൽ പറയുകയാണ്, ഇലൂഷൻ സോഡ് ടെക്നിക്ക്. തൻ്റെ സോഡ് മൂവ്സ് ക്ലംസി മാനറിൽ ചേഞ്ച് ചെയ്യും. ഇത് സെറ്റിൻ്റെ വേ ഓഫ് ഫ്ലൈഷസ്സുമായിട്ട് നല്ല സിമിലാരിറ്റി ഉണ്ട്. സോംബിയാഗ്ലി ആണെങ്കിൽ മൗണ്ട്ഹുയുടെ ടെക്നിക്ക് കോപ്പി ചെയ്തു. പക്ഷേ ഈ മണ്ടനാണെങ്കിൽ സെറ്റിൻ്റെ സ്റ്റൈല് കോപ്പി ചെയ്യുന്നു. ശരിക്കും കഷ്ടം. എന്നിട്ട് നമ്മുടെ ബാച്ചുകൊണ്ട് നമ്മുടെ എംസിനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു, ഞാൻ നിന്നെ ഇന്നൊരു പാഠം പഠിപ്പിക്കും. പക്ഷേ ആ അറ്റാക്കാണെങ്കിൽ നമ്മുടെ എംസിനെ ഡോഡ്ജ് ചെയ്യുന്നു. അപ്പോൾ എംസി പറയുന്നു, ഒരുത്തന് എന്നെ ഇതുവരെയായിട്ടും പാഠം പഠിപ്പിക്കാൻ പറ്റിയിട്ടില്ല എന്നും പറഞ്ഞ് നമ്മുടെ എംസി ആണെങ്കിൽ നമ്മുടെ ബാച്ചുവിനെ അറ്റാക്ക് ചെയ്യുന്നു. അത് മുഖത്തിൻ്റെ തന്നെ. അവൻ തെറിച്ച് അവിടെ പോയി വീഴുന്നു. അവന് നല്ല പരിക്കുണ്ട്. ആ സമയത്ത് അവിടെ വീണ് കിടക്കുന്ന ബാച്ചുവിൻ്റെ അടുത്ത് നമ്മുടെ എംസി എണ്ണിക്ക്. അപ്പം ബാച്ചു പറയുന്നു, ഇത് എങ്ങനെ സംഭവിച്ചു? നിനക്ക് തോന്നിയോ നിന്റെ ഇഷ്ടത്തിന് ചേഞ്ച് ചെയ്യുന്ന ഈ സ്റ്റൈലിൽ ഒരു വീക്ക്നെസ്സും ഇല്ലെന്ന്? അപ്പം ബാച്ചു, ഇതുവരെയായിട്ടും ആരും കണ്ടുപിടിച്ചിട്ടില്ല. അതിനകത്ത് നീ ഫൈറ്റ് ചെയ്തവരോ അത്രയ്ക്ക് കൊള്ളില്ലാത്തവരാണ്. അവൻ നമ്മുടെ ബാച്ചുവിനെ എണ്ണിക്കുന്നു. അപ്പോൾ എംസി, ഓ നീ എണ്ണീറ്റാവോ? ബാച്ചും ചോദിക്കുക, എൻ്റെ ടെക്നിക്കിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? പിന്നല്ലാതെ. പിന്നെ നീ ഇപ്പോൾ എല്ലാവരേക്കാളും മുമ്പിലാണ്. എന്നാൽ കുറച്ചാൾ കഴിയുമ്പോൾ നിന്റെ ജൂനിയേഴ്സ് നിന്റെ ഒപ്പം എത്തും. അപ്പം ബാച്ചും പറയുന്നു, അത് നിനക്കെങ്ങനെ അറിയാം? നീ സെറ്റി ജോയിൻ ചെയ്തിട്ട് ഒത്തിരി ആയില്ലല്ലോ. അപ്പോൾ നമ്മൾ എംസി പറയുന്നു, ഈവൻ ബാഗ്ലി ചെയ്ത അതേ മിസ്റ്റേക്ക് ചെയ്യുകയാണ്. ഇതത്ര സ്ട്രേഞ്ച് ഒന്നുമല്ല. എല്ലാവരും 100 വർഷം മുമ്പും എല്ലാവരും ഇതുപോലത്തെ മിസ്റ്റേക്ക് ചെയ്യും. എനിക്കിത് നന്നായിട്ട് അറിയാൻ പറ്റിയത് എൻ്റെ പാസ്റ്റ് ലൈഫിലെ എക്സ്പീരിയൻസ് കൊണ്ടാണ്. എന്നിട്ട് നമ്മുടെ എംസി ആണെങ്കിൽ ബാഗ്ലിയുടെ അടുത്തേക്ക് പോകുന്നു. എന്നിട്ട് പറയുന്നു, നീ സെറ്റിൻ്റെ ഡിസിപ്പിൾ ആയതിന് നന്ദി പറ, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ നല്ലപോലെ തല്ലിയേനെ. പക്ഷേ നീ ഇപ്പോൾ ഡിസിപ്പിൾ ആയതുകൊണ്ട് നീ ചുമ്മാ തല്ലാൻ പറ്റില്ലല്ലോ. നിന്നെ വളരാൻ സഹായിക്കുന്ന രീതിയിൽ തല്ലണ്ടേ. അപ്പം സോംബേഗ്ലിക്ക് ആരും മനസ്സിലായില്ല. പക്ഷേ എംസി പറയുന്നു, വിഷമിക്കണ്ട, ഞാൻ എൻ്റെ സോഡ് വെച്ച് നിന്നെ തല്ലാം, കൈവച്ചല്ല. എന്ത്? എന്നിട്ട് നമ്മുടെ എംസി പറയുന്നു, എല്ലാവരും പറയും സെറ്റിൻ്റെ ടെക്നിക്കിൻ്റെ ഒബ്ജക്റ്റീവ് അത് പൺബ്ലോസം പോലെ കാണണം എന്നാണ്. പക്ഷേ അതാണ് ടെക്നിക്ക് അറിയത്തില്ലാത്തവർ പറയുന്നത്. നമ്മുടെ ടെക്നിക്ക് പൺബ്ലോസം ചുമ്മാ ഇമിറ്റേറ്റ് ചെയ്യുക എന്നും പറഞ്ഞിട്ട് എംസി പറയുന്നു. അതാണ്, നിനക്ക് മനസ്സിലായില്ലേ? പക്ഷേ സോംബിയാഗിലേക്കാണ് അത് മനസ്സിലായില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ തല്ലുമ്പോൾ നല്ലപോലെ മനസ്സിലായിക്കോളും എന്നും പറഞ്ഞ് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. എംസിയുടെ അറ്റാക്ക് കണ്ട് ബേച്ചും പറയുന്നു, എന്താ ഇത്? നമ്മുടെ എംസി ബേച്ചും അറ്റാക്ക് ചെയ്യുന്നു. നിന്റെ ലോവർ ബോഡി, അതും ഓരോരോ പേര് പറഞ്ഞു ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തായിട്ട് അറ്റാക്ക് ചെയ്യുന്നു. നിന്റെ ലോവർ ബോഡി, ഷോൾഡേഴ്സ്, കൈകൾ, നീ, ആങ്കിൾസ്, ഇങ്ങനെ പേരും പറഞ്ഞ് ഓരോരോ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തായിട്ട് എംസി അറ്റാക്ക് ചെയ്യുന്നു. അപ്പം ബേച്ചുനാണ് ഈ അറ്റാക്ക് കാരണം അവിടെ നിന്ന് ഇരുന്ന് പോയി. അപ്പം എംസി, നിന്റെ ഷോൾഡേഴ്സ് വീണ്ടും. എന്നിട്ട് അവിടെ വീണ് കിടക്കുന്ന ബേച്ചുണ്ട് നമ്മുടെ എംസിനെ ഒന്ന് പതിയെ നോക്കി. എംസി എന്നെ ചിരിച്ചുകൊണ്ട് വീണ്ടും അവനെ ഒന്ന് അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. ഇത് കണ്ട് പേടിച്ച ബേച്ചു. എംസി ആണെങ്കിൽ നിന്റെ തല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബേച്ചുവിൻ്റെ തലയ്ക്കിട്ട് ഒറ്റ അറ്റാക്ക്. പക്ഷേ അവിടെ കൂടെ നിർത്താതെ എംസി ആണെങ്കിൽ തുടർച്ചയായിട്ട് അവൻ്റെ തലയ്ക്കിട്ട് തന്നെ അടിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ ഈ അറ്റാക്ക് കാരണം നമ്മുടെ ബേച്ചുവിനാണ് ബോധം വീഴ വരുന്നു. അപ്പോൾ അവൻ മനസ്സിൽ പറയുകയാണ്, അവൻ എന്തുകൊണ്ടാണ് 5 പ്രാവശ്യം പറഞ്ഞിട്ട് എന്നെ 6 പ്രാവശ്യം തല്ലിയത്? അടുത്ത് കാണിക്കുന്നത് നമ്മുടെ ബേച്ചുനാണെങ്കിൽ അവിടെ കിടക്കുന്നതാണ്. ബേച്ചുനാണ് പതിയെ കണ്ണു ഓർക്കുന്നത്. പെട്ടെന്ന് നമ്മുടെ എംസി വന്നിട്ട്, ഓ എണ്ണീറ്റോ? എംസിനെ കണ്ട് പേടിച്ച് ബേച്ചു. അപ്പോൾ എംസി, പേടിക്കല്ലേ. ബേച്ചു മനസ്സിൽ, ഞാൻ തോറ്റോ? അതും ഇത്ര നാണം കെട്ട രീതിയിൽ ഞാൻ തോറ്റു. ബേച്ചും ചോദിക്കുക, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നീ എങ്ങനെയാണ് ഇത്ര സ്ട്രോങ് ആയത്? പക്ഷേ എംസി ഇത് കേട്ടൊന്ന് ഞെട്ടി. ഇത്രയൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടും അവന് റിയാലിറ്റി പെട്ടെന്ന് തന്നെ മനസ്സിലായി. എന്നിട്ട് നമ്മുടെ എംസിയാണ് പതിയെ ബേച്ചുവിൻ്റെ അടുത്ത് നിന്നിട്ട്, ഇത് ഞാൻ സ്ട്രോങ് ആയിട്ടല്ല, ഇതിനർത്ഥം നീ വീക്കാണെന്നാണ്. ഞാൻ വീക്കോ? പക്ഷേ ഈ ബേച്ചുവാണ് സമ്മതിക്കുന്നില്ല. എന്നെ താഴ്ത്തി കാണില്ലേ. ഞാൻ ബാച്ചുവിനാണ്, അതും ഒരു സെക്കൻഡ് ക്ലാസ് ഡിസിപ്ലിനും മാർഷൽ മാസ്റ്ററും. ഞാനായിരിക്കും ഒരിക്കൽ സെറ്റിൻ്റെ സെറ്റ് ലീഡർ ആകാൻ പോകുന്നത്. ഇത് കേട്ടിട്ട് നമ്മുടെ എംസി, പക്ഷേ നിനക്ക് പ്രൂഫുണ്ടോ നീ വീക്കല്ലെന്ന് പറയാൻ? നമ്മുടെ ബാച്ചുവിനെ ചൂണ്ടിയിട്ട് എംസി, നീ ഒരു കിണറ്റിലെ തവളയാണ്.
കിണറ്റിലെ തവളയോ? നീ കിണറ്റിലകപ്പെട്ട തവള പോലെയാണ്. നിനക്ക് പുറം ലോകം എന്തോരം വലുതാണെന്നറിയില്ല. അതിൻ്റെ ഒപ്പം തന്നെ നീ എന്തോരം വീക്കാണെന്ന് നിനക്കറിയില്ല. നീ എന്നെ തവളയെന്ന് വിളിക്കുന്നോ? ബാഗ്ചുൻ ചോദിക്കുന്നു. പക്ഷേ അപ്പോഴും ഈ ബാഗ്ചുനാണ് ആ അറ്റാക്ക് നല്ല വേദനയുണ്ട്. എംസി എന്നിട്ട് പറയുന്നു, സീനിയർ, മൗണ്ട് ഹൊസറ്റ് അത്ര നല്ല സ്ഥിതിയിലല്ലെന്ന് നിനക്കറിയില്ലേ? എനിക്കറിയാം. ഞാൻ അതിനു വേണ്ടി കുറേ ഹാർഡ് വർക്ക് ചെയ്യും. ഞാൻ മൗൻഹുനെ റിവൈവ് ചെയ്യും. എംസി ഇത് കേട്ടിട്ട് ചോദിക്കും, നീ എങ്ങനെയാ അത് ചെയ്യാൻ പോകുന്നത്? അതും എപ്പോഴാ ചെയ്യാൻ പോകുന്നത്? ഞാൻ കണ്ടിട്ട് നീ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. നീ ചെയ്യുന്നതാണെങ്കിൽ നീ ഐസൊലേറ്റഡ് ട്രെയിനിങ്ങിന് പോകും. എന്നിട്ട് അത് തിരിച്ചു വരും. നീ കുറച്ച് ഡ്രിങ്ക്സ് കഴിക്കും. എന്നിട്ട് വന്നു കഴിഞ്ഞാലോ നീ നിന്റെ ജൂനിയേഴ്സുമായിട്ട് പ്രശ്നം ഉണ്ടാക്കും. അതാണോ നീ ഹാർഡ് വർക്കർ എന്ന് പറയുന്നത്? എന്നിട്ട് എംസി പറയുന്നു, നീ ഹാർഡ് വർക്ക് ഒന്നും ചെയ്യുന്നില്ല. നിനക്ക് ഈ മൗൻഹുനെ ഭരിക്കണം. ഒരു രാജാവും അവൻ്റെ പാലസും പോലെ. കാരണം ഇവിടെ അത്ര കോമ്പറ്റീഷനും ഇല്ല. നിനക്ക് മുകളിലായിട്ട് വേറെ ആരുമില്ല നിന്നെ കുറ്റം പറയാൻ. നീ ഫൈറ്റ് ചെയ്തുള്ള സ്ട്രോങ്ങസ്റ്റ് എന്ന് പറയുന്നത് സദേനിറ്റ് സെറ്റുകാരെ മാത്രമാണ്. ഈ ജിയാൻഹുവിൽ അവരെക്കാളും സ്ട്രോങ്ങർ ആയിട്ടുള്ള സെക്കൻഡ് ക്ലാസ് ഡിസിപ്ലിൻ ഉണ്ട്. നീ ഓർത്തോ ഏതോ 1-2 മൂവ്സ് അറിയാമെന്നോർത്ത് നീ സ്ട്രോങ്ങറാണ്. നീ വേറൊരു തവളയാണ്. ഞാനിവിടെ സ്ട്രോങ്ങർ അല്ല, നീ ഇവിടെ വീക്കാണ്. എന്നിട്ട് നമ്മുടെ ബാഗ്ചുനാണെങ്കിൽ എംസി എടുത്ത് ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ വേറെ സെറ്റിൽ നിന്നേക്കാൾ സ്ട്രോങ്ങറായിട്ട് എത്ര പേര് കാണും? അപ്പം നമ്മുടെ എംസി കേട്ടിട്ട്, നീ എന്തായി പറയുന്നേ? ഉറപ്പായിട്ടും ഞാനായിരിക്കും സ്ട്രോങ്ങസ്റ്റ്. പക്ഷേ ഇത് കേട്ടിട്ട് ബാഗ്ചുന് മനസ്സിലായില്ല. എന്നിട്ട് എംസി തുടർന്ന് പറഞ്ഞു, പക്ഷേ നീ ഇവിടെ തോൽക്കാൻ കാരണം ഞാൻ സ്ട്രോങ്ങർ ആയതുകൊണ്ടല്ല. നിനക്ക് സദേനിറ്റ് സെറ്റുകാരെ ഇപ്പോൾ തോൽപ്പിക്കാനും പറ്റില്ല. പിന്നെ ഈ ഷാവുനിലെയും ഉഡാങ്ങിലെയും നാബ്ഗൺ ഫാമിലിയിലെയും ജീനിയസിനെ കമ്പയർ ചെയ്യുമ്പോൾ നീ ഒന്നുമല്ല. ആർക്ക് വേണേൽ നിന്നെ ഇപ്പം ഞാൻ അടിച്ച പോലെ അവിടെ അടിച്ച് തോൽപ്പിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഇത് കേട്ടിട്ട് ബാഗ്ചുൻ, എനിക്കറിയാതെ, പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ഉഡാങ്ങിലെയോ നാഗുൻ ഫാമിലിയിൽ നിന്നുമല്ല. അപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഉള്ളത് വെച്ച് ഹാർഡ് വർക്ക് ചെയ്യാമെന്ന്. സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ നീ ഹാർഡ് വർക്ക് അല്ല ചെയ്തേ എന്ന് പറഞ്ഞ് നമ്മുടെ ബാഗ്ചുവിൻ്റെ തലയിലേക്ക് ഒരു കൊട്ട് കൊടുക്കുന്നു. പിന്നെ നീ ചെയ്യുന്നതെല്ലാം തെറ്റാണ്. ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് മാത്രം നിനക്ക് ഒരു മാസ്റ്റർ ആകാൻ പറ്റുമെന്നാണ് ഓർക്കുന്നത്. നീ ഇപ്പോൾ ഒരു സ്കെയർക്രോവിനെ വെന്തിനി അടിച്ചുകൊണ്ടിരുന്നാൽ ഒരു 500 വർഷം കഴിയുമ്പോൾ നീ എന്തെങ്കിലുമൊക്കെ പഠിച്ചേക്കാം. ഇതൊക്കെ കേട്ടിട്ടുണ്ട് നമ്മുടെ ബാഗ്ചുൻ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യേണ്ടതെന്ന് നിനക്കറിയോ? ഉറപ്പായിട്ടും എന്തായാലും നിന്നേക്കാളും നന്നായിട്ട് അറിയാം. അപ്പോൾ നീ പറയുന്നത് നിനക്ക് എന്നെ സ്ട്രോങ്ങർ ആക്കാൻ പറ്റുമെന്ന്? അത് ഉറപ്പായിട്ടും പോസിബിളാണ്. ഇതൊക്കെ കേട്ടിട്ട് ബാഗ്ചുൻ, അങ്ങനെയാണെങ്കിൽ എന്നെ സ്ട്രോങ്ങർ ആക്ക്. നീ പറയുന്ന എല്ലാം ഞാൻ ചെയ്യാം. പക്ഷേ എംസി ഇത് കേട്ടിട്ട്, എനിക്ക് താല്പര്യമില്ല. കേട്ടില്ലേ പറഞ്ഞത്, എനിക്ക് താല്പര്യമില്ലെന്ന്. എന്തുകൊണ്ട്? അപ്പം നീ അങ്ങനെയാണെങ്കിൽ നീ എന്തിനാ ഇത്രയൊക്കെ അഡ്വൈസ് എനിക്ക് തന്നത്? ഞാൻ എന്തിനാണ് നീ ഇപ്പം അങ്ങനെ ചെയ്യുന്നത്? അത് കുറച്ച് പാടല്ലേ? പിന്നെ സീനിയർ, നിങ്ങൾ തെറ്റിദ്ധരിച്ചെന്ന് തോന്നുന്നു. ഞാനിവിടെ തീർന്നിട്ടില്ല. മനുഷ്യർക്ക് ഒരു സെൽഫിഷ് സൈഡും എപ്പോഴും ഉണ്ട്. അവർ അവരുടെ പ്രവർത്തികൾ ചിന്തിക്കില്ല, എന്നിട്ട് കോംപ്രമൈസ് ചെയ്യാൻ വരും. നീ ഇത്ര നാളും ചെയ്തതിനെല്ലാം ഇത് മതിയെന്നാണ് ഓർക്കുന്നത്. നീ ഇപ്പോൾ അനുഭവിച്ചതെല്ലാം തേർഡ് ക്ലാസ്സിനെ ബുള്ളി ചെയ്തതിന് മാത്രം. നീ നിന്റെ തെറ്റുകളൊക്കെ ഇപ്പോഴും അനുഭവിച്ചിട്ടില്ല. അതിലും ഉപരിയായിട്ട് എന്നെ ദേഷ്യപ്പെടുത്തിയതിന് ഇതൊട്ടും മതിയാകില്ല. എനിക്ക് തോന്നുന്നു നിനക്ക് ഇപ്പോഴും കാര്യങ്ങൾ മനസ്സിലായില്ലെന്ന്. അപ്പം ബാഗ്ചുൻ പേടിച്ചിട്ട്, അല്ലല്ല എനിക്ക് മനസ്സിലായി, ഉറപ്പായിട്ടും മനസ്സിലായി. അല്ല സീനിയർ, നിങ്ങൾക്ക് മനസ്സിലായില്ല. നിങ്ങളുടെ ഫേസ് കണ്ടാൽ അറിയാം. വിഷമിക്കണ്ട, സമയം കുറേയുണ്ട്. നിങ്ങളെ മനസ്സിലാക്കിപ്പിക്കാനുള്ള ഒരുപാട് സമയമുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് വീക്ക്? നിങ്ങൾ എന്തുകൊണ്ടാണ് സോഡ്സിൽ ബാഡ്? പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഞാനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ലെന്നും ഇത് തുടങ്ങിയേക്കാം എന്നും പറഞ്ഞത് എംസിയാണ് ബാഗ്ചുവിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. അവൻ്റെ ബാഗ്ചുൻ അവിടെ നേരെ വിളിക്കുന്നു. എംസി ഈ ഫൈറ്റ് എല്ലാം കഴിഞ്ഞിട്ട് അവിടെ വിശ്രമിച്ച് കിടക്കുന്നു. 10 വർഷമായിട്ടുള്ള എൻ്റെ ഇൻറ്റലിജൻസ് പോയ പോലെ. എന്നിട്ട് നമ്മുടെ എംസി അവിടെ നിന്ന് എണീറ്റിട്ട് ബാഗ്ചുനെ നോക്കുന്നു. ബാഗ്ചുനെ ഫുള്ള് പരുക്കൊക്കെ ആയിട്ടാണ് കഴിയുന്നത്. എംസി, ഇതത്ര മോശമൊന്നും, ഞാൻ അവനെ ഒരുപാട് തല്ലിയെങ്കിലും അത്ര ഇഞ്ചുറീസ് വരുന്ന രീതിയിലല്ല തല്ലിയത്. അവൻ എണ്ണീറ്റ് കഴിയുമ്പോൾ കുഴപ്പമൊന്നും കാണില്ല. പിന്നെ അതൊക്കെ വേദിക്കുമല്ലോ എന്ന്, അതെൻ്റെ കാര്യമല്ല. എന്നാലും അവനെ തല്ലുന്ന ഇത്ര സന്തോഷം തരും. പിന്നെ എംസി, ഞാൻ ആലോചിച്ച ചുമ്മാ സമയം കളഞ്ഞു എന്നും പറഞ്ഞ എംസിയാണ് നേരെ നോക്കിയപ്പം പെട്ടെന്ന് അവിടെ സീനോയു. എംസി ശരിക്കും പേടിച്ചു. എന്നിട്ട് പറയുന്നു, നിന്റെ പ്രസൻസ് കുറച്ചെങ്കിലും കാണിക്കുക. സീരിയസ് ആയിട്ട്. ഞാൻ ചെയ്തു. എപ്പം? ദേ നീ അവനെ തല്ലിക്കൊണ്ടിരുന്നപ്പം. എംസി, നീ കണ്ടല്ലേ? യു, കുറേ നേരമായിട്ട്. ഇത് കേട്ടിട്ട് എംസി സൈലൻ്റായി. അപ്പം യു, നീ എന്നെ കൊല്ലാൻ പോകണോ? അല്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. എന്നിട്ട് നമ്മുടെ എംസി യുവിൻ്റെ തലയിൽ നോക്കുന്നു. അപ്പം യു ചോദിക്കുക, നീ എന്തിനാണ് എൻ്റെ തലയിൽ നോക്കുന്നേ? അത് വേറൊന്നുമല്ല, ഇതൊക്കെ മറന്നു പോകാൻ വേണ്ടി നിന്റെ തലയിൽ എവിടെയാണ് അടിക്കേണ്ടതെന്ന് ആലോചിച്ചാ. ഇത് കേട്ട് ഞെട്ടിയിട്ട് യു, ഞാൻ എല്ലാം മറന്നു. ശരിക്കും?
ഞാൻ എല്ലാം മറന്നു. ഇവള് ഡള്ളാണെങ്കിലും ഇവൾക്ക് സർവൈവൽ ഇൻസ്റ്റിങ്ക്ട്സ് ഉണ്ട്. അപ്പോൾ ഞാനിതെല്ലാം മറന്നുകൊണ്ട് എന്നെ ആ സോട്ട് ടെക്നിക്ക് പഠിപ്പിക്കില്ലേ? ആ ഇവള് വീണ്ടും തുടങ്ങി. ഇവള് ഇവളിതെല്ലാം കണ്ടോണ്ട് ഇനിയും അറിയത്തില്ലെന്ന് പറയാനും പറ്റില്ല. എന്നിട്ട് എംസി ചോദിക്കുന്നു, "നീ എന്തുകൊണ്ടാണ് ഇത് പഠിക്കണമെന്ന് പറയുന്നത്?" ഇത് കേട്ട് യു, "അതെനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഈ സോട്ട് ടെക്നിക്ക് എന്തായാലും ലേൺ ചെയ്യണം." അപ്പോൾ ഈ എംസി മനസ്സി, "ഓ ഇത് കാണാൻ നല്ലതായതുകൊണ്ട് മാത്രമല്ല അവൾ പഠിക്കണമെന്ന് പറയുന്നത്. എനിക്കിത് ലേൺ ചെയ്യണോ?" എന്നിട്ട് എംസി പറയുന്നു, "നിനക്ക് എന്നോട് ഇത്രയൊന്നും യാചിക്കേണ്ട ആവശ്യമില്ല. ഇത് ഇത് മോൺഹോയുടെ സോട്ട് ടെക്നിക്ക് തന്നെയല്ലേ. നീ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് പഠിക്കും." അപ്പം യു ഇത് കേട്ടിട്ട്, "ഇത് മൗൺഹോ സെറ്റിൽ ഇപ്പോൾ ഇല്ല." ഓ, അവൾക്കിത് അറിയായിരുന്നോ? അവൾക്ക് മനസ്സിലായിരുന്നു ആ ടെക്നിക്ക് പ്ലം ബ്ലോസം സോട്ട് ടെക്നിക്കായിരുന്നു എന്ന്. എന്നിട്ട് എംസി പറയുന്നു, ഇപ്പോഴത്തെ മൗൺഹോയിൽ അതില്ല. പക്ഷേ അത് വൈകാതെ വരും. പ്രിപ്പറേഷൻസ് എല്ലാം റെഡിയായി കഴിയുമ്പോൾ." "പ്രിപ്പറേഷൻസോ?" എന്നിട്ട് എംസി അവിടെ നിന്ന് പതുക്കെ എണീറ്റ് തൻ്റെ 2 വിരൽ വെച്ച് ഒരു സോക്ക് ടെക്നിക്ക് കാണിക്കുന്നു. ഇത് കണ്ട സീനിയർ യു മനസ്സിൽ പറയുന്നു, "സോഡ് ഓഫ് ദ യു മെയ്ഡൻ. ഞാൻ എപ്പോഴും ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്ന ആ സോട്ട് ടെക്നിക്ക്. പക്ഷേ ഇത് ആ സോട്ട് ടെക്നിക്കിനേക്കാളും വ്യത്യാസമാണ്. ഇത് മൂവ്മെൻറ്റ്സ് മാത്രമല്ല വ്യത്യാസം. അതിൻ്റെ ഫണ്ടമെൻ്റൽ തന്നെ എന്തോ വ്യത്യാസമുണ്ട്. ഇത് സോഡ് ഓഫ് യു മെയ്ഡൻ അല്ലേ?" "അതെ." "നിനക്ക് മനസ്സിലായോ?" "ഇല്ല, എനിക്ക് ഒട്ടും ഒന്നും മനസ്സിലാകുന്നില്ല. പക്ഷേ നീ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായി. എനിക്ക് അറിയാത്തത് കണ്ടുപിടിക്കുക, അതാണ് എൻ്റെ റോള്. ആ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാതെ എനിക്ക് ഇത് പഠിക്കാൻ പറ്റില്ല. നീ പറയുന്നത് ഈ ട്രെയിനിങ് ഞാൻ കണ്ടിന്യൂ ചെയ്യണം. അതിൻ്റെ ബേസിക്സ് ബിൽഡ് ചെയ്യണം." "ഓ, ഇവൾക്ക് ബുദ്ധിയുണ്ട്." "അത് ശരിയാണ്. പക്ഷേ ഇപ്പം നടന്ന് നീ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് പഠിപ്പിക്കില്ല." "അപ്പം യു, ഞാനിത് ആരോടും പറയില്ല." "ശരി, നല്ല കുട്ടി." ഇതൊന്ന് കേട്ടിട്ട് സീനിയർ യു, "ഞാൻ നിൻ്റെ സീനിയറാ, നീ എൻ്റെ ജൂനിയറാ." അപ്പോൾ എംസി, അറിയാം. പക്ഷേ ഇപ്പോഴും നല്ല കുട്ടിയാണ്." എന്നും പറഞ്ഞ് നമ്മുടെ സീനിയർ യുവിൻ്റെ തലയിലൊന്ന് തട്ടിയിട്ട് എംസി പോയി. പക്ഷേ സീനിയർ യുവിനാണത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് എംസി പറയുന്നു, പിന്നെ ഈ മണ്ടനെ അവൻ്റെ റൂമിലേക്ക് ഒന്ന് ആക്കിയേക്ക്." എന്നും പറഞ്ഞ് നമ്മുടെ എംസി അവിടെ നിന്ന് പോകുന്നു. സീനിയർ യു ആണെങ്കിൽ മനസ്സിൽ പറയുന്നു, "പ്ലം ബ്ലോസം, അച്ഛാ, ഞാൻ ആ സോട്ട് ടെക്നിക്ക് ഉറപ്പായിട്ടും റീസ്റ്റോർ ചെയ്യും." എന്നിട്ട് സീനിയർ യു ആണെങ്കിൽ പാസ്റ്റിൽ ഒന്ന് ആലോചിക്കുകയാണ് കാര്യങ്ങളൊക്കെ. എന്നിട്ട് സീനിയർ യു അവിടെ നിന്ന് എണീറ്റിട്ട്, "ഞാൻ ഉറപ്പായിട്ടും അത് പഠിക്കണം, എന്ത് സംഭവിച്ചാലും." അടുത്ത് കാണിക്കുന്ന തേർഡ് ക്ലാസ് ഡിസിപ്ലിൻസിൻ്റെ ബിൽഡിങ്സാണ്. അവിടെ നമ്മുടെ ജോബിന് യോഞ്ചനും, "ഓ, അവനെത്തിയോ?" അപ്പം നമ്മുടെ എംസി വന്നു. എംസി പറയുന്നു, "നിങ്ങൾ ഇത്ര നേരമായിട്ട് ഉറങ്ങിയില്ലേ? അപ്പം ട്രെയിനിങ് അത്ര ഈസി ആയിരുന്നോ?" "അതല്ല, ഇവിടെ ഒരു കാര്യം സംഭവിച്ചു." "എന്ത്?" "അത് സീനിയർ ബേച്ചുവിനാണെങ്കിൽ കാണാതായി. ഗ്രാൻഡ് സീനിയേഴ്സുമായി ഇവിടെ വന്നു." "എന്ത്? അവരെന്തുകൊണ്ടാണ് വൈപ്ലം ഹാളിൽ ബേച്ചും കാണാതായി പോയിരുന്നത്?" "അവരോർത്തോ ഈ വൈപ്ലം ഹാളിലെ ആരെങ്കിലും അവനെ പിടിച്ചുകൊണ്ട് പോയെന്ന്." "ഇൻട്രസ്റ്റിംഗ്. ഇത് ഇത്ര ഈസിയാന്ന് ഞാൻ ഓർത്തില്ല. പക്ഷേ അവർ ആവശ്യമില്ലാതെ നമ്മളെ സംശയിക്കുകയാണ്. എനിക്ക് ഒഫൻഡഡ് ആയിട്ട് ഫീൽ ചെയ്യും." അപ്പം യോജൻ വരുന്നു, "ഓ, അപ്പം നിനക്കിതിൽ പങ്കില്ലല്ലേ? ഓ, അത് നന്നായി." പക്ഷേ പെട്ടെന്ന് എംസി, "അല്ല, അത് ഞാനാണ്." അപ്പം യോജൻ യോവരും, "അപ്പം നിനക്ക് എന്തിനാണ് ഒഫൻഡഡ് ഫീൽ ചെയ്യുന്നത്? അവിടെ അങ്ങനെ ഫീൽ ചെയ്യാനൊന്നുമില്ലല്ലോ." അപ്പം നമ്മൾ ജോബിൽ വെയിറ്റ്, നീ സീനിയർ ബേയാക്ചുവിൻ്റെ അടുത്തായിരുന്നോ? "അതെ." "എന്നോട് പറയല്ലേ, ഞാൻ ഉദ്ദേശിച്ചത് നീ ചെയ്തു എന്ന്. അതും നിന്റെ ഉദ്ദേശം പോലെ ഇരിക്കും." ജോബിലാണ് അപ്പോഴും ഒന്ന് പേടിച്ചിട്ടൊക്കെ ആയിട്ട്, "നീ അങ്ങനെ ഒരിക്കലും ചെയ്ത് കാണില്ല. എന്തൊക്കെയാണെങ്കിലും നിനക്ക് കുറച്ചെങ്കിലും ബുദ്ധി ഉള്ളതുകൊണ്ട്." എന്നിട്ട് ജോബില് ചോദിക്കുന്നു, "നീ സീനിയറിനെ തല്ലിയോ? ഇല്ലെങ്കിൽ നീ ആദ്യം അവനെ തല്ലിയിട്ട് പിന്നെ ഫൈറ്റായിരുന്നു രണ്ടുപേരും തമ്മിൽ." പക്ഷേ എംസി കാര്യം പിടി കിട്ടുന്നില്ല. അപ്പോൾ ജോബില് പറയുന്നുണ്ട്, "ഒരുത്തൻ്റെ മുഖത്തുണ്ട് അടിച്ചു കഴിഞ്ഞാൽ അതെപ്പോഴും ഫൈറ്റിലേക്ക് ലീഡ് ചെയ്യും." അപ്പോൾ എംസി പറയുന്നു, "ശേ, ഞാനൊരു കൊച്ചു കുട്ടിയല്ലല്ലോ." അപ്പോൾ ജോബിന് ദീർഘശ്വാസം ഇട്ടിട്ട്, ശരിയാണ് ജൂമി, എനിക്ക് നിന്നിൽ വിശ്വാസം ഉണ്ടായിരുന്നു. നീ എന്തായാലും അങ്ങനത്തെ ഭ്രാന്തൊന്നും ചെയ്യില്ല, എനിക്ക് ഉറപ്പായിരുന്നു." അപ്പോൾ നമ്മുടെ എംസി പറയുന്നു, "ഞാൻ അവനെ സിമ്പിളായിട്ടൊന്നും തല്ലിയൊന്നുമില്ല. ഞാൻ അവനെ റാകുന്നിടം വരെ തല്ലി." അപ്പോൾ ജോബിൽ കേട്ടിട്ട്, സീനിയർ ബാഗ്ചുവിന് ഒരു വൃത്തിയുടെ സ്വഭാവമൊക്കെ ഉണ്ടെങ്കിലും, പക്ഷേ ഇടയ്ക്ക് വെച്ച് ഈ എംസിയുടെ ആ മറുപടി കേട്ട് ജോബിലാണൊന്ന് ഞെട്ടിപ്പോയി. ജോബിന് എന്താ സംഭവിക്കുന്നതെന്നൊന്നും മനസ്സിലാകുന്ന പോലുമില്ല അവിടെ. "എടാ ഭ്രാന്താ, നിൻ്റെ ഭ്രാന്തിനൊരു ലിമിറ്റുണ്ട്. നിനക്കെങ്ങനെ നിൻ്റെ സീനിയറിനെ തല്ലാൻ പറ്റും? അത് എന്തോരം വലിയ ഒഫൻസാന്ന് നിനക്കറിയില്ലേ?" എംസി ആണെങ്കിൽ ജോബിലിനെ ഒറ്റ തൊഴി, "അവിടെ മാനേക്കടാ, എനിക്ക് ബുദ്ധിയില്ലെന്നാണ് നീ വിചാരിക്കുന്നത്. പ്രശ്നമൊന്നും വരാത്ത രീതിയിൽ ഞാൻ കാര്യങ്ങൾ ശരിയാക്കിയിട്ടുണ്ട്." ഇത് കേട്ടിട്ട് ജോബിലാണ് പറയുക, "എടാ നായെ, നിനക്ക് എല്ലാം അറിഞ്ഞിട്ട് നീ ചെയ്തു." ജോബിലും യോഞ്ചും ഒക്കെ അവിടെ നിന്ന് കരയുകയാണ്. എന്നിട്ടോ ജോബിൽ പറയുന്നു, "നീ ഇപ്പം ക്രേസി ആണെങ്കിലും നിൻ്റെ നിൻ്റെ പ്രവൃത്തികൾക്ക് കുറച്ചെങ്കിലും പരിധി വേണം. നിനക്ക് എങ്ങനെ നിൻ്റെ സീനിയറിനെ അടിക്കാൻ തോന്നി? മനുഷ്യന് ബേസിക്കായിട്ട് കുറച്ച് ബൗണ്ടറീസ് എങ്കിലും ഉണ്ട് അവർ നോക്കേണ്ടത്." ഇപ്പോൾ ജോബിലാണെങ്കിൽ സമാധാനിപ്പിക്കാൻ വേണ്ടി, "അവനത് നേരത്തെ തന്നെ ഇല്ലായിരുന്നല്ലോ." എന്നിട്ട് ജോബിലാണ് എംസി എടുത്ത് ചോദിക്കുക, സീനിയർ എന്താ പറഞ്ഞേ?" അവന് സംസാരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ?" അപ്പം എംസി പറയുന്നു, "ഓ, അവനെ സ്ട്രോങ്ങർ ആക്കാൻ പറഞ്ഞു അവൻ."
എന്ത്? അപ്പോൾ യോങ്ജനാണ് ജോവിൻ്റെ അടുത്ത്. അതെങ്ങനെ സാധിക്കും? ജോവിലാണ് പറഞ്ഞു. സാധാരണ രീതിയിൽ അത് സംഭവിക്കില്ല. പക്ഷേ നമ്മളും ഇങ്ങനെ തന്നെയല്ലായിരുന്നോ? പക്ഷെ അവൻ നമ്മുടെ സീനിയറല്ലേ? അപ്പോൾ നമ്മളും സീനിയർ ബ്രദേഴ്സ് അല്ലേ? രണ്ടുപേരും അപ്പോൾ ഒന്ന് സൈലൻ്റ് ആയിപ്പോയി. എന്നിട്ട് യോങ്ജൻ ചോദിക്കുന്നു, അപ്പം നീ എന്താ പറഞ്ഞേ? നീ സമ്മതിച്ചോ? ഇല്ല, ഞാൻ അപ്പം തന്നെ അവനെ തല്ലി ശരിയാക്കി. അപ്പോൾ യോജുവന്നു ജോബിലും, എന്തിന്? എനിക്കപ്പോൾ അങ്ങനെ തോന്നിയില്ല. എനിക്ക് സമാധാനം കിട്ടുന്നതും വരെ എന്നിട്ട് ഞാൻ അവനെ തല്ലി. അതും പറഞ്ഞിട്ട് എം സി, നിങ്ങൾ അതിനെപ്പറ്റി ഒന്ന് വിഷമിക്കേണ്ട, പോയി കിടന്നുറങ്ങ്. നിങ്ങൾ എണ്ണിക്കുമ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലാവും. എന്നിട്ട് എം സി അങ്ങോട്ട് നടന്നു പോകുന്നു. നമ്മുടെ എം സിനെ നോക്കി യോങ്ജോൺ, എന്നിട്ട് യോങ്ജോൺ പറയുന്നു, അവൻ ശരിക്കും സീനിയറിനെ തല്ലിയോ? അവൻ തമാശ പറയായിരിക്കുമല്ലേ? അപ്പോൾ ജോവിൽ, സീനിയർ ബ്രദർ, അവനെപ്പറ്റി ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്തെന്നാൽ അവൻ പൊങ്ങച്ച കൊടുക്കില്ല, കള്ളവും പറയില്ല. അപ്പോൾ യോങ്ജോൺ, ആ നീ എന്ത് വലിയ കാര്യമാണ് റിയലൈസ് ചെയ്തത്. ആ മോൺസ്റ്ററസ് ആയ നായ ആ സീനിയറിനെയും ടൈം ചെയ്തു. ഇനി ഈ മൗണ്ട് ഹോസലിന് എന്താ സംഭവിക്കാൻ പോകുന്നത്? അടുത്തത് കാണിക്കുന്ന പകല് നമ്മുടെ യോങ്ജോങ് ജോവിൽ നിൽക്കുന്നു. അപ്പോൾ യോങ്ജോൺ മനസ്സിൽ പറയുന്നു, അവരെന്താ ഇതുവരെയായിട്ടും വരാത്തത്? ഈ സമയമാകുമ്പോഴേ ഇവിടെ വന്നിട്ട് ഞങ്ങളെ ടോർച്ചർ ചെയ്യേണ്ടതല്ലേ അവരെ? എന്നിട്ട് നമ്മുടെ എം സിയുടെ വാക്കുകൾ യോങ്ജോൺ ഒന്ന് ആലോചിച്ചിട്ട്, അവൻ സീരിയസ് ആയിട്ടായിരുന്നു അത് പറഞ്ഞേ. അവൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷേ അവനെല്ലാം ശരിയായി കാണുമായിരിക്കും. എനിക്കറിയില്ലായിരുന്നു സീനിയേഴ്സുമായിട്ടുള്ള പ്രശ്നം ഇങ്ങനെ തല്ലി തീർക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ജോവിൽ, ഇന്നിവിടെ ഭയങ്കര ശാന്തതയാണല്ലോ. അതിനർത്ഥം ചൂമിങ് ശരിക്കും ബിയാങ്ഷുവിന് എതിരായിട്ട് ജയിച്ചു എന്നാണോ? അപ്പോൾ യോങ്ജോൺ, അവനെന്തായാലും കള്ളമായിരിക്കില്ല പറഞ്ഞത്. ഇല്ലെങ്കിൽ ഇത്ര ശാന്തത ഇവിടെ കാണില്ല. അപ്പോൾ സീനിയർ ബ്രദർ, ചൂമിങ് അപ്പോൾ ബിയാങ്ഷുവിനേക്കാളും സ്ട്രോങ്ങർ ആണോ? അപ്പോൾ യോങ്ജോൺ പറയുന്നു, നീ എന്തിനാ ആ ക്വസ്റ്റ്യൻ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? അത് ഉറപ്പല്ലേ? അപ്പോൾ ജോവിൽ, അപ്പോൾ അവൻ സതിനിക്സിറ്റുകാരെ നേരിട്ടാലോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവൻ അവർക്കെതിരായിരുന്നു ജയിക്കുമെന്ന്? മൗണ്ട് ഹുവാൻ സതിനിക്സ് കോൺഫറൻസിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ? ഇത് കേട്ടിട്ട് നമ്മുടെ, ഇപ്പോൾ ചൂമിങ് മാത്രം ജയിച്ചു എന്ന് വെച്ച് എന്താ മാറ്റം വരാൻ പോകുന്നത്? അപ്പം കാര്യങ്ങളെല്ലാം ശരിയാവില്ല. സത്യമാണ്, ഒരു മാർഷൽ മാസ്റ്റർ നമ്മുടെ ഇവിടെ ഉള്ളത് സന്തോഷകര കാര്യമാണ്. പക്ഷേ ജിയാങ് ഒരു സ്ഥലമല്ല. ഒരു മാർഷൽ മാസ്റ്റർ ഉണ്ടെന്ന് വെച്ച് അത്ര വലിയ വ്യത്യാസം വരാൻ. നീ പറഞ്ഞത് സത്യമാണ്, അത് നല്ലതാണ്. പക്ഷേ ചൂമിങ് ഇല്ലാത്ത ഒരു സമയം ഈ മൗണ്ട് ഹോസറ്റ് തന്നെ ചിലപ്പം തകർന്നു പോയേക്കാം, പാസ്റ്റിലെ പോലെ. എന്നിട്ട് യോജൻ പറയുന്നു, നിനക്ക് മൗണ്ട് ഹോസറ്റ് ശരിക്കും റിവൈവ് ചെയ്യണമെങ്കിൽ നമ്മൾ ചൂമിങ്ങിനെ മാത്രം നോക്കാതെ നമ്മളും സ്ട്രോങ്ങർ ആകണം. മൗണ്ട് ഹുയുടെ യഥാർത്ഥ റിവൈവൽ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഡിസിപ്ലിനെ പോലും ഒരുത്തം പോലും താഴ്ത്തി കാണാത്ത അവസ്ഥയാണ്. ഇത് കേട്ടിട്ട് ജോവൽ, ശരിയാണ്, പക്ഷേ നീ പറഞ്ഞ പോലെ തന്നെ ആ കോൺഫിഡൻസിൻ്റെ കാര്യത്തിൽ എനിക്കും കുറച്ച് ക്യൂരിയോസിറ്റി ഉണ്ട്. എന്താ പറഞ്ഞാൽ ചിലപ്പോൾ ചൂമിങ് മൗണ്ട് ഹസിനെ തന്നെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു ഹീറോ ആകും. ഇല്ലെങ്കിൽ നമ്മളെ ഭരിക്കുന്ന ഒരാളും. അപ്പോൾ അവിടെ നമ്മുടെ എം സി അടച്ച, സീരീസിലി ഒന്ന് പോകാവോ? അവിടെ എം സി, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഞാൻ നിന്നെ അത് പഠിപ്പിക്കില്ലെന്ന്. എം സി നോക്കുന്ന ആളാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സീനിയർ യു, സോഡ് ഓഫ് യു മേഡൻ എന്ന് യു പറയുന്നു. അവിടെ നമ്മുടെ യു ആണെങ്കിൽ എം സിനെ ഇട്ട് ഓടിക്കുവാണ്, ഇത് പഠിപ്പിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ എം സി പറയാം, നീ പോയി ഗ്രാൻഡ് സീനിയറിൻ്റെ അടുത്ത് പോയി ചോദിക്കുക, ആ ടെക്നിക്ക് വുമൻസിൻ്റെ ടെക്നിക്കാണ്, അദ്ദേഹത്തിന് അതറിയില്ല. അപ്പോൾ ഞാൻ വുമൺ ആണെന്നാണ് പറയുന്നത്, എന്നെ കാണാൻ നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? എന്നിട്ട് അവരോട് പോകുന്നു. അവിടെ ജോവിൽ ഇതൊക്കെ കണ്ടിട്ട് പറയാം, സീനിയർ യു ഇത്രയൊക്കെ സംസാരിക്കൂ? അപ്പോൾ യോഞ്ചോ, നമുക്ക് നമ്മുടെ മോർണിംഗ് ട്രെയിൻ തുടങ്ങാം. അവിടെ ഒരു മലയിൽ നിന്ന് നമ്മുടെ ഡിസിപ്പിൾ, നമ്മുടെ സീനിയർ യു ആണെങ്കിൽ എം സിനെ ഓടിക്കുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ എൽഡസ്റ്റ് ഡിസിപ്പിളിൻ്റെ അടുത്ത് ഡിസിപ്പിൾ ചോദിക്കുന്നു, സീനിയർ ബ്രദർ, കാര്യങ്ങൾ ഇങ്ങനെ തന്നെ വിടുവാണോ? നമ്മൾ അവനെ അവൻ്റെ തെറ്റുകൾക്ക് പണിഷ് ചെയ്യുന്നത് തന്നെയല്ലേ നല്ലത്? പണിഷ് ചെയ്യാനോ? അതും നിന്നെപ്പോലെ ഒരുത്തനോ? എന്ത്? മറന്നേക്ക. അപ്പോൾ ഡിസിപ്പിൾ മനസ്സിൽ, അവൻ എന്നെ തല്ലി തോൽപ്പിച്ചു എന്ന് എനിക്ക് ഇവൻ്റെ അടുത്ത് പറയാനും പറ്റില്ല. എനിക്കിത് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്രയധികം തല്ലിയിട്ടും പുറത്ത് ഒരു മുറിവ് പോലുമില്ല. ആ ക്രൂരൻ നായ. അടുത്തിരുന്ന ഡിസിപ്പിൾ പറയുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് തേർഡ് ക്ലാസ് ഡിസിപ്ലിൻ അടുത്ത് ഇനിയും പ്രശ്നം ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞ്? നിങ്ങളുടെ ലക്ഷ്യം എന്തെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ലക്ഷ്യം, എനിക്ക് അവൻ്റെ കയ്യിൽ നിന്ന് ഒന്നുകൂടെ തല്ലി മേടിക്കണ്ട. നമ്മുടെ എം സിനെ ആലോചിച്ചിട്ട് ഡിസിപ്പിൾ പറയുക, ആ കോൺഫറൻസ് അടുത്തെത്തിയില്ലേ? അപ്പോൾ ഇതുപോലത്തെ സമയത്ത് ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാന്ന് എനിക്ക് തോന്നി. പക്ഷേ ആ ഡിസിപ്ലിൻ്റെ കാര്യമൊന്നും പിടികിട്ടുന്നില്ല. ബാച്ചുനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമുക്ക് അവരെ വേണമെങ്കിലും നേരിടാം. പക്ഷേ ഈ കോൺഫറൻസ് വർഷത്തിൽ ഒന്നേ നടക്കുന്നുള്ളൂ. ഈ കോൺഫറൻസ് നമ്മുടെ റെപ്യൂട്ടേഷനെ തന്നെ ബാധിക്കും. അപ്പോൾ ഞാൻ ആലോചിച്ചു, അകത്തെ ഈ പ്രശ്നങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ഇതിൽ കൂടുതൽ ശ്രദ്ധിക്കാമെന്ന്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ് സീനിയർ. എന്നിട്ട് ചെയ്യുക ബാച്ചൻ പറയാണ്, തേർഡ് ക്ലാസ് ഡിസിപ്ലിൻ നമ്മുടെ എനിമീസ് അല്ല, ആ സെറ്റുകാരാണ് നമ്മുടെ എനിമീസ്. നീ മറന്നോ നമ്മൾ എന്തിനാണ് ഐസൊലേറ്റഡ് ട്രെയിനിങ്ങിന് പോയെന്ന്? സീനിയർ ബ്രദർ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, കുറച്ച് നേരത്തേക്ക് ഞാൻ കാര്യങ്ങൾ മറന്നു. അപ്പോൾ ബാച്ചും മനസ്സിൽ, നീ അല്ല പറഞ്ഞത്, ഞാനാണ്. അവൻ എൻ്റെ വാക്കുകൾ എന്തായാലും വിശ്വസിച്ചു, അത് മതി. അവനിപ്പം
എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞായിരുന്നെങ്കിലോ, നീയല്ലേ ഇത് സ്റ്റാർട്ട് ചെയ്തത്, എന്നിട്ട് എന്താ ഇങ്ങനെ ദേവിനെ കാണിക്കുന്നതെന്ന്. അപ്പം ഞാൻ പെട്ടേനെ. അപ്പം വേക്ചനാണെങ്കിൽ ആ ഡിസ്പ്ലിനോട് പറയുന്നു, നമുക്ക് തേർഡ് ക്ലാസ് ഡിസ്പ്ലിനെ കുറച്ച് കഴിഞ്ഞിട്ട് നേരിടാം. ഇപ്പോൾ ഈ കോൺഫറൻസ് നോക്കാം. നീ സെക്കൻഡ് ക്ലാസ് ഡിസ്പ്ലിൻ്റെ അടുത്ത് പറ, ലാസ്റ്റായിട്ട് ആ മാർഷാൽസൊക്കെ ഒന്നുകൂടെ നോക്കാൻ, ഒന്ന് പഠിക്കാൻ. ശരി സീനിയർ ബ്രദർ എന്നും പറഞ്ഞ് ആ ഡിസ്പ്ലിൻ അവിടെ നിന്ന് പോകുന്നു. വേക്കാളൊന്ന് ശ്വാസം വിട്ടിട്ട് ആ കോൺഫറൻസ് ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സെക്കൻഡ് ക്ലാസ് ഡിസ്പ്ലിനെ തേർഡ് ക്ലാസ് ഡിസ്പ്ലിൻ്റെ ബിഹേവിയറിനെക്കുറിച്ചൊന്നും പറയുകയില്ല. അവരാ വിശ്വസിക്കാൻ പറ്റാത്ത സീൻ ഇതുവരെയായിട്ടും കണ്ടിട്ടേ ഇല്ല. പിന്നെ നമ്മൾ മാത്രമായിരിക്കില്ല അതിശയിച്ചു പോകുന്നത്, ആ സെറ്റുകാരും കൂടിയാണ്. ഞാൻ എനിക്ക് ചെയ്യാനുള്ളത് ചെയ്യാൻ പോവാണ്. ഗ്രൂമിങ് കാരണം ടൈം കുറച്ച് വേസ്റ്റായി. എനിക്ക് 2 വർഷമായിട്ടുള്ള എൻ്റെ ഗോളെന്ന് പറയുന്നത് ഈ കോൺഫറൻസിൽ സ്വയം പ്രൂവ് ചെയ്ത് കൊടുക്കണമെന്നാണ്. പിന്നെ ആരൊക്കെയാണ് അതിനകത്ത് പങ്കെടുക്കുന്നത് ആലോചിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ സ്പാർ ചെയ്യാനുള്ള ടൈം പോലും ഇല്ല. ഈ സമയം ഉറപ്പായിട്ടും ഞാൻ ആരാണെന്ന് അവന്മാർക്ക് കാണിച്ചു കൊടുക്കും.